നമ്മുടെ ക്ഷേത്രത്തിൽ ഈ വരുന്ന കർക്കിടക മാസം മുഴുവൻ വിശേഷാൽ ഗണപതി ഹോമം നടത്തപ്പെടുകയാണ്. ഭക്തജനങ്ങൾക്ക് അവരവരുടെ ജന്മനക്ഷത്ര ദിനങ്ങളിൽ ഗണപതി ഹോമം നടത്താൻ ക്ഷേത്രത്തിൽ അവസരമൊരുക്കിയിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തി വിഘ്നേശ്വര പ്രീതി നേടാൻ എല്ലാ ഭക്തജനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതീയ ആരാധനാ പദ്ധതികളിൽ ഏറ്റവും പുരാതനവും വേദകാലം മുതൽ നിലനിൽക്കുന്നതുമാണ് ഹോമങ്ങൾ. അഗ്നിയെ ഈശ്വരനായി കണ്ട ഇഷ്ടദേവന് പ്രിയപ്പെട്ട വിവിധ ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്ന ചടങ്ങാണ് ഹോമങ്ങൾ. അഗ്നിയെ സർവ്വദേവതകളുടെയും മുഖമായിട്ടാണ് ഭാരതീയർ കാണുന്നത്. നാം അഗ്നിയിലർപ്പിക്കുന്ന ദ്രവ്യങ്ങൾ ഈശ്വരനിലേക്ക് എത്തിക്കുന്ന മാധ്യമമാണ് അഗ്നി എന്നാണ് ഹൈന്ദവ വിശ്വാസം. അഗ്നി അധിഷ്ഠിതമായ വിവിധ ഹോമങ്ങളിൽ അതിവിശിഷ്ടവും പവിത്രവുമായ ഹോമമാണ് ഗണപതി ഹോമം. ദേവാദിദേവകളിൽ പ്രഥമസ്ഥാനീയനാണ് ഗണപതി ഭഗവാൻ. ഏതു പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പും ഗണപതിയെ വന്ദിച്ചാൽ വിഘ്നമൊന്നും കൂടാതെ ആ പ്രവൃത്തി ഫലപ്രാപ്തിയിലെത്തും എന്നതിനാൽ ഭഗവാനെ വിഘ്നേശ്വരൻ എന്നും അറിയപ്പെടുന്നു. സമസ്ത ഗണങ്ങളുടെയും അധിപനും പാർവതീ പരമേശ്വരന്മാരുടെ സീമന്തപുത്രനുമായ ഗണേശ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഗണപതി ഹോമം. ബുദ്ധിയുടെയും സിദ്ധിയുടെയും ഇരിപ്പിടമായ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ സകല വിഘ്നങ്ങളും ദുരിതങ്ങളും അകറ്റി ക്ഷേമൈശ്വര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാണ് ഗണപതി ഹോമം നടത്തുന്നത്. ഹോമകുണ്ഡത്തിലേക്ക് ഗണപതി ഭഗവാനെ ആവാഹിച്ച് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ദ്രവ്യങ്ങളായ കൊട്ടത്തേങ്ങ, ശർക്കര, അവിൽ, മലര്, കരിമ്പ്, എള്ള് മുതലായവ സമർപ്പിക്കുന്ന ചടങ്ങാണ് ഗണപതി ഹോമം. ഗണപതിയെ പ്രധാനമായി കണ്ട് സമസ്ത ദേവതകളെയും പൂജിക്കുന്ന ഒരു സമ്പ്രദായം കൂടിയാണ് ഗണപതി ഹോമം. ഗണപതി ഹോമത്തെക്കുറിച്ച് ക്ഷേത്രം മേൽശാന്തിയായ അപ്പു ശർമ്മൻ ശാന്തിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാലും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അപ്പു ശർമ്മൻ. നമ്മുടെ ക്ഷേത്രത്തിൽ ഈ വരുന്ന കർക്കിടക മാസത്തിൽ മഹാഗണപതി ഹോമം വളരെ വിപുലമായ രീതിയിൽ തന്നെ കൊണ്ടാടുകയാണ്. അപ്പോൾ ആ ഗണപതി ഹോമത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് ഞാനിവിടെ നൽകുന്നത്. അപ്പോൾ ഈ ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ ആ ഹോമത്തിൽ ഗണപതിയെ മാത്രമാണോ പൂജിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർത്തും പറയാം അല്ല എന്നുള്ളത്. അതായത് ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ സർവ്വദേവതാ പൂജ അല്ലെങ്കിൽ എല്ലാ ദേവന്മാരെയും പൂജിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഗണപതി ഹോമം എന്ന് പറയുന്നത്. അതായത് ഗണപതിയെ പ്രധാന ദേവനാക്കിക്കൊണ്ട് എല്ലാ ദേവീ ദേവന്മാരെയും പൂജിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഗണപതി ഹോമം. സാധാരണ ഏത് പൂജ ചെയ്യുമ്പോഴും അന്യമന്ത്ര യജന ദോഷം എന്നൊരു ദോഷമുണ്ട്. അതായത് ഇപ്പോൾ ഒരു ശിവന്റെ പൂജ ചെയ്യുകയാണെങ്കിൽ വിഷ്ണുവിന്റെ മന്ത്രം അത് മറ്റുള്ള മന്ത്രങ്ങൾ എടുക്കാൻ പാടില്ല. അതുപോലെ വിഷ്ണു പൂജ ചെയ്യണമെങ്കിൽ മറ്റു ദേവന്മാരുടെ മന്ത്രം എടുക്കാൻ പാടില്ല. അപ്പൊ ആ ഒരു ദോഷത്തിനെയാണ് അന്യമന്ത്ര യജന ദോഷം എന്ന് പറയുന്നത്. പക്ഷെ ഗണപതി ഹോമത്തിന് അങ്ങനെ ഒരു ദോഷമില്ല എന്നുള്ളതാണ്. അതായത് ഗണപതി ഹോമത്തിൽ അന്യമന്ത്രങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഗണപതിയേക്കാളും മറ്റു ദേവീ ദേവന്മാരുടെ മന്ത്രങ്ങളാണ് കൂടുതലായിട്ടും ഗണപതി ഹോമത്തിൽ ഉപയോഗിക്കുന്നത്.
അപ്പൊ ഗണപതി, ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടം, പതി എന്ന് പറഞ്ഞാൽ തലവൻ, എല്ലാ ദേവീ ദേവന്മാരുടെയും തലവനാണ് ഗണപതി. അതുകൊണ്ട് തന്നെ നമ്മൾ ഗണപതിയുടെ സാന്നിധ്യമുള്ളിടത്ത് എല്ലാ ദേവീ ദേവന്മാരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഗണപതി ഹോമം ചെയ്താൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയൊരു ഫലമാണ് നമുക്ക് ശ്രദ്ധിക്കുക. അതായത് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു സാധനം മാത്രമല്ല, എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഗണപതി ഹോമം നടത്തിക്കഴിഞ്ഞാൽ അവിടെ എല്ലാ ദേവീ ദേവന്മാരുടെയും സാന്നിധ്യവും എല്ലാ മന്ത്രങ്ങളും നമുക്കവിടെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ എല്ലാ വസ്തുക്കളും നമുക്കവിടെ ഹോമിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിനാണ് പറയുമ്പോൾ നമ്മൾ ഗണപതി ഹോമത്തിൽ മുക്കുറ്റി ഹോമിക്കാറുണ്ട്. അപ്പോൾ ആ മുക്കുറ്റി ഗണപതിക്കാണോ ഹോമിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർത്തും പറയാം അല്ല എന്നുള്ളത്. മുക്കുറ്റി ഹോമിക്കുന്നത് പാർവതി ദേവിക്കാണ്. ആകർഷണത്തിന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അശ്വാരൂഢ മന്ത്രം കൊണ്ട് പാർവതി ദേവിക്കാണ് മുക്കുറ്റി ഹോമിക്കുന്നത്. അതുപോലെ തന്നെ തെച്ചിപ്പൂ നമ്മൾ നാര് കളഞ്ഞത് നെയ്യിൽ മുക്കി ഹോമിക്കാറുണ്ട്, അതും പാർവതി ദേവിക്കാണ്. സ്വയംവര മന്ത്രം കൊണ്ട് മംഗല്യസിദ്ധിക്കാണ് നമ്മൾ തെച്ചിപ്പൂ ഹോമിക്കുന്നത്. അതുപോലെ തന്നെ നെല്ല് ഹോമിക്കാറുണ്ട്, അത് മഹാലക്ഷ്മിക്കായിട്ടാണ് ഹോമിക്കുന്നത്. അതായത് ധനധാന്യ രത്ന സമൃദ്ധിക്കായിട്ടാണ് നമ്മൾ നെല്ല് ഹോമിക്കുന്നത്. പിന്നെ നമ്മൾ 2 ചിരട്ട ഹോമിക്കാറുണ്ട്. ആ ചിരട്ട എന്ന് പറഞ്ഞാൽ ഒന്ന് ഇന്ദ്രനും ഒന്ന് വർണ്ണനുമായിട്ടാണ് ഹോമിക്കുന്നത്, അതായത് കടമില്ലാതിരിക്കാൻ. പിന്നെ കർഗ ഹോമിക്കുന്നുണ്ട്, അത് മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് ശിവനാണ് ഹോമിക്കുന്നത്, അതായത് മൃത്യുവിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഗണപതി ഹോമത്തിനെന്ന് പറഞ്ഞാൽ എല്ലാ മന്ത്രങ്ങളും, ഹോമിക്കപ്പെടുന്ന മന്ത്രങ്ങളെല്ലാം മറ്റു ദേവന്മാരുടെ മന്ത്രങ്ങളാണ്. അപ്പോൾ എല്ലാ ദേവന്മാരുടെയും ദേവിമാരുടെയും സാന്നിധ്യമുള്ള ഒരു വിശേഷപ്പെട്ട പൂജയാണ് ഗണപതി ഹോമം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഗണപതി ഹോമം നടത്തിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയതിൻ്റെ ഫലമാണ് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ ഗണപതി ഹോമം വളരെ വിപുലമായ രീതിയിൽ തന്നെ കൊണ്ടാടുകയാണ്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും എല്ലാവിധ വിഘ്നങ്ങളും തടസ്സങ്ങളും ദുരിതങ്ങളൊക്കെ തീരുന്നതിന് വേണ്ടിയിട്ട്, എല്ലാ ദേവീ ദേവന്മാരുടെ അനുഗ്രഹം സിദ്ധിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ മഹാഗണപതിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും ഈ ഗണപതി ഹോമത്തിൽ, മഹാഗണപതി ഹോമത്തിൽ പങ്കെടുത്ത് ആ ദേവീ ദേവന്മാരുടെയും ഗണപതി ഭഗവാന്റെയും അനുഗ്രഹത്തിനും ഐശ്വര്യത്തിലൊക്കെ പാത്രീഭൂതരാകും. നമ്മുടെ ക്ഷേത്രത്തിൽ ഈ വരുന്ന കർക്കിടക മാസം മുഴുവൻ വിശേഷാൽ ഗണപതി ഹോമം നടത്തപ്പെടുകയാണ്. ഭക്തജനങ്ങൾക്ക് അവരവരുടെ ജന്മനക്ഷത്ര ദിനങ്ങളിൽ ഗണപതി ഹോമം നടത്താൻ ക്ഷേത്രത്തിൽ അവസരമൊരുക്കിയിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തി വിഘ്നേശ്വര പ്രീതി നേടാൻ എല്ലാ ഭക്തജനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.